ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേയുടെ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ എൻ്റെ കൊച്ചുമോൻ്റെ ബർത്ത്ഡേയുടെ വിശേഷങ്ങളാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഉച്ചയ്ക്കാണ് ഫംഗ്ഷൻ എടുക്കുന്നത്. ഫംഗ്ഷനായിട്ടൊന്നുമില്ല, മക്കളും ഞങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. കാര്യം അവിടെ വെച്ചിട്ട് മോൻ്റെ വീട്ടിൽ വെച്ചിട്ട് അവർ ബർത്ത്ഡേ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളെല്ലാം വരുന്നെന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ ഫുഡെല്ലാം തയ്യാറാക്കും. അപ്പോൾ പിന്നെ ഒരു കേക്കും കൂടെ വാങ്ങിച്ചിട്ട് അതും കൂടെ ആ ചടങ്ങ് നിർവഹിക്കാമെന്ന് വിചാരിച്ചു. മോനൊരു സന്തോഷമാവുമല്ലോ. അപ്പം നിങ്ങൾ കാണുമ്പോൾ ടേബിളിൽ പല രീതിയിലുള്ള ചോറും കാര്യങ്ങളൊക്കെ ഇരിക്കണം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താണ് കാര്യമെന്ന് തോന്നിപ്പോകും. കാര്യമെന്ന് വെച്ചാൽ മക്കളിൽ ചിലരൊന്നും മഞ്ഞച്ചോറ് കഴിക്കാറില്ല. അപ്പോൾ മഞ്ഞച്ചോറിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ മഞ്ഞച്ചോറ് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് മഞ്ഞച്ചോറ് വെച്ചു. അപ്പം കുഞ്ഞുങ്ങൾക്ക് നെച്ചോറ് വേണം, അപ്പോൾ അവർക്ക് ഇച്ചിരി നെച്ചോറും വെച്ച്. പിന്നെ മരിച്ചിനി ഇറച്ചിയും കൂട്ടി കഴിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കണം. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി കഴിച്ചു നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മട്ടൻ കറിയും ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും എല്ലാം ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് ഇപ്പോൾ സിയാനും ഇനുവിനും ബിരിയാണി വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു പാത്രത്തിൽ ഞാൻ ബിരിയാണി സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ഫുഡുകളെല്ലാം തയ്യാറാക്കി നമ്മൾ അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ 2-3 മാസമായി. ഏപ്രിൽ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് ഇടാനായിട്ടുള്ള സൗകര്യം ഒത്തു വന്നത്. കാര്യം നമ്മൾ വീഡിയോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാരണം ഫോണിൽ സ്പേസ് കുറവായിരുന്നു. അപ്പോൾ 2-3 പേരെ ഫോണിലായിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 1-2 ഗിഫ്റ്റുകളുടെ വീഡിയോകൾ മിസ്സായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ആരുടെ ഫോണിലാണ് എടുത്തതെന്ന് ഒരു ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഒരുപാട് ഡേറ്റ് നീങ്ങിപ്പോയത്. സാധാരണ മക്കളെല്ലാവരും വല്ലപ്പോഴുമൊക്കെയാണ് ഒരുമിച്ച് കൂടുന്നത്. ഇനിയിപ്പോൾ എന്തായാലും സ്കൂളും കൂടെ തുറന്നതുകൊണ്ട് ഒത്തുകൂടലെല്ലാം കുറവായിരിക്കും. ബർത്ത്ഡേക്ക് മുമ്പേ നമ്മൾ ഗിഫ്റ്റെല്ലാം വാങ്ങിച്ച് വെച്ചിരിക്കും, മക്കൾ വരുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ചോറെല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോ എല്ലാം എടുക്കണം, വീഡിയോസ് എടുക്കണം എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ ഒറിജിനൽ ശബ്ദം തന്നെയാണ് കൊടുക്കുന്നത്. അയ്യോ നന്നായിച്ചിന്, ഞാൻ നന്നായിച്ചിന്. നന്നായിച്ചന്. നിങ്ങൾക്ക് എന്തോ വലുത് വരാൻ പോണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇനുവിനെക്കാലം ആറ്റിറ്റ്യൂഡ് അനങ്ങണില്ല. നീ ഇങ്ങനെ നിന്നോ, നിന്റെ ബർത്ത്ഡേ ആണ്. കിളവന്മാരെ ഇങ്ങനെ കണ്ടാ അടക്കിയില്ല. അവള് പ്രസവിച്ചാന്ന് 10 പേര് അറിയില്ല. നമ്മളെ 3 പേരെ എടുക്കട്ടെന്ന്. നിഷാനാരെ 2 കിട്ടി. കിട്ടിയില്ലേ? വന്നില്ല. ആ ഡോറൊന്നും അടയ്ക്കാം. എടാ ഉമ്മച്ചി കേക്ക് കിട്ട്. ഉമ്മച്ച ഉമ്മച്ച ഉമ്മച്ച. ആ ഇനി ഞാൻ ജസ്റ്റ് പിടിച്ച, ഞാൻ പിടിക്കട്ടെ. ഇനു ഞാൻ
മാമ അത് ആ ഇനിയും ഇതാ മാമ. അത് ശരിയാണ് അത് ശരിയാണ്. അപ്പൊ അവൾക്കാണ് നമ്മൾ കേക്ക് കൊടുക്കേണ്ടത്. പക്ഷെ അവർക്ക് നമ്മൾ കൊടുക്കില്ല. ആ ഫോണല്ലേ അല്ല ഫോട്ടോ എടുക്കാൻ പറ്റുമോ വീഡിയോ? അങ്ങനെ സ്പേസ് ഇല്ലല്ലേ, നോക്ക് ഫോട്ടോസ് എടുക്കല്ലോ. കാണണ്ട പച്ച പിടിച്ചോ. ആ ഹാപ്പി ബർത്ത്ഡേ ടു എടുത്തോ കൈ വെച്ച് പിടി. കൊച്ച കൊച്ച വാർ കൊച്ച കൊച്ച മറ്റേത് മറ്റേത് മറ്റേ റിബൺ അടിക്കും. ഇനി ഇഷ്ടപ്പെട്ടാ ആരും വാങ്ങിച്ചെന്ന് കാണിക്കോ? നാപ്പികളിൽ നിൽക്കാനായി. തുറന്നിട്ട് കയറ്. ഇതില് ഡീസൽ അടിച്ചായിരുന്നറിയാവോ? ഇത് ഇവിടെ കൊണ്ട് വെച്ചായിരുന്നറിയാവോ? പാപ്പ ഇതിനപ്പം രണ്ട് ബ്ലാക്കാ. ചവിട്ടിക്കൊണ്ടിരിക്കുക ചവിട്ടി പിടിച്ചേക്കുവാ. വണ്ടി വണ്ടി വാപ്പത്തി പിയാനോ അല്ല കീബോർഡ്. താങ്ക് യു വേറാ. ഒരു ബൈക്ക് കൊടുത്തതിന്റെ അവിടെ ഒരു രക്ഷയില്ല. ഇനി ഇതുകൂടെ വേറൊരു ഗിഫ്റ്റും കൂടെ വാങ്ങിച്ചു. ഇല്ല നീ അത് കാണട്ടെ. അതും വാങ്ങിച്ചു ഇതും വാങ്ങിച്ചു. ഇങ്ങനെ ഇനുന്നെ പാട്ട് പഠിക്കുന്നു. പാട്ട് പാട് പാട്ട് പാടിക്കോ ബട്ടർഫ്ലൈ പാട്. പാടിക്കോ പാടിക്കോ. ഒരു പാട്ട് പാടിക്കേ. പാട്ടുപാടി റെക്കോർഡാ. ഞാൻ സാരിഗമ പാടട്ടെ. നമ്മളിത് പ്ലാൻ ചെയ്തതാണ്. ആ സത്യം കേട്ടാ. ഇത് വിട്ടിട്ടാണ് കീബോർഡ് എടുത്ത്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റാണ് ഞാൻ മോന് കൊടുത്തത്. ഇതിൻ്റെ വീഡിയോ ആണ് മിസ്സായി പോയത്. അതിലാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാൻ വൈകിയത് തന്നെ കാരണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചെറിയ ചെറിയ അടിപൊളി വീഡിയോസുകളെല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഷോർട്ട് വീഡിയോ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.
അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോസും അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ അതേ ശബ്ദത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. താങ്ക് യു പറമാരേല്. ഇനു സോഫ സീറ്റർ ആരാ മേടിച്ചെന്നേ? ഇത് ഈ ആരാ വാങ്ങിയേ? ആരുടെ ഗിഫ്റ്റാ ഇത്? ഏത് മിച്ചായ? മിച്ചയുടെ പേരെന്താ? ഓ ഷാനിത. 1 2 3 സ്റ്റാർട്ട്. പതുക്കെ പതുക്കെ. തീരുന്ന ഇനി ഇത് ആര് വാങ്ങി തന്നെയാ? ഇഷ്ടായോ? ഇതെന്തു ഇത്? ഇങ്ങോട്ട് വന്നേ. വെയിറ്റാ മോനെ, വെയിറ്റാ വെയിറ്റാ. വൺ ടൂന്ന് അതിൽ തന്നെ നമ്പർ കാണൂക്ക. ഉണ്ട് അതിൻ്റെ സൈഡിൽ 1 2 എന്നുണ്ട്. 1 2 3 4. പ്ലാസ്റ്റിക് അല്ലേ? ഇനുമ്മ എടുത്തോ.